ടീമുകളെ അപേക്ഷിച്ച് ഓവർസീസ് പ്ലെയറിൽ ഒട്ടും തന്നെ ഡിപ്പെൻഡൻസി ഇല്ലാത്ത ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്നുള്ളത്. കാരണം അവരുടെ ടീം മൊത്തം ഇന്ത്യൻ പ്ലെയേഴ്സ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈവൻ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഓവർസീസ് പ്ലെയർ ഇല്ലെന്നല്ല, പക്ഷേ അവരിലെ ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അവർ കളിച്ചില്ലെങ്കിൽ ടീമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. കാരണം അവരുടെ ബാറ്റിംഗ് ആണെങ്കിലും കംപ്ലീറ്റ് ഇന്ത്യൻ പ്ലെയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഗെയിം ഈ സീസണിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവർസീസ് പ്ലെയേഴ്സിൻ്റെ റിട്ടേൺ എന്നുള്ളത് ഒട്ടും തന്നെ ഇമ്പാക്ട് ചെയ്യാത്തൊരു ടീമാണ് പഞ്ചാബ് കിങ്സ്. സോ ലെറ്റ്സ് പ്രിവ്യൂ മാച്ച് നമ്പർ 59. ഇറ്റ്സ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. മത്സരം നടക്കുന്ന രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലാണ്. ഒരു ബാറ്റിംഗ് ട്രാക്ക്. ഇറ്റ്സ് എ ഡേ ഗെയിം. അതുകൊണ്ട് ഡ്യൂ ഒന്നുമില്ല. അപ്പോൾ ചേസിങ് ടീം അതിൽ ടോസിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും അവിടെ വരുന്നില്ല. ഹൂവർ ഈസ് ഗോയിങ് ടു പ്ലേ വെൽ ഈസ് ഗോയിങ് ടു വിൻ. സോ രണ്ട് ടീമിനെയും നോക്കാം. രണ്ട് ടീമിനെ നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിൽ ജോഫ്ര ആർച്ചർ വിൽ നോട്ട് ബി റിട്ടേണിങ്. സോ നേരെ ബോൾ ചെയ്തൊരു പ്ലെയർ ജോഫ്ര ആർച്ചർ ആയിരുന്നു അവരുടെ ഈ സീസണിൽ. സോ ജോഫ്ര ആർച്ചർ ഇല്ല ഇന്ന്. സഞ്ജു സാംസൺ ഈസ് റിട്ടേണിങ്. സോ രാജസ്ഥാൻ ടീമിനെ പറ്റി പറയുമ്പോൾ ലൈക്ക് ഐ തിങ്ക് ദ ബാറ്റിംഗ് ഈസ് സ്ട്രെങ്തൻഡ് ടുഡേ ബട്ട് ദ ബോളിംഗ് ഈസ് വീക്കെൻഡ് ടുഡേ. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു റൺ ഫെസ്റ്റ് പഞ്ചാബ് റൺസ് അടിക്കുമെന്ന് തന്നെ വിചാരിക്കാം. പഞ്ചാബ് ഓൺ ദി അതർ ഹാൻഡ് സ്റ്റോയിനിസ് ഇല്ല അവരുടെ, അതേപോലെ ജോഷ് ഇംഗ്ലീസ് ഇല്ല. പക്ഷേ അതൊന്നും അവരെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒട്ടുമില്ല. പകരം മിച്ച് ഓവൻ അവരുടെ ടീമിലേക്ക് കയറിയിട്ടുണ്ട് ബാറ്റിങ്ങിനായിട്ട്. ഡസൻ മാറ്റർ എനിവേസ് ബിക്കോസ് അവരുടെ ഓപ്പണിംഗ് പ്ലെയർ ശ്രേയസ് അയ്യർ ഇവരൊക്കെ തന്നെ മതി ബാറ്റിങ്ങിന് എന്തായാലും ഇന്ന്. കാരണം they are going to win. Okay, Punjab is going to win today because അത്രയധികം വീക്ക് ബോളിംഗ് ലൈനപ്പാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ, ആൻഡ് പഞ്ചാബ് ഹാസ് എ വെരി സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ്. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബ് ഈസ് ഗോയിങ് ടു ഡു വെരി വെൽ വിത്ത് ദ ബാറ്റ് ടുഡേ, ആൻഡ് ഐ ആം എക്സ്പെക്ടിങ് പഞ്ചാബ് ടു വിൻ. സോ ദാറ്റ്സ് ഇറ്റ് മൈ പ്രിവ്യൂ. വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.